ഹായ് ഗൈസ്, അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. നമ്മളിനി നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. ഒരുപാട് തിരക്കും വേറെ പല പ്ലാൻസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പോൾ എനിക്കങ്ങനെ വീഡിയോ ഒന്നും ഇടാൻ പറ്റാണ്ടിരുന്നത്. പക്ഷേ ഇനിയുള്ള നെക്സ്റ്റ് മന്തൊക്കെ തൊട്ട് ഇനി അങ്ങോട്ടേക്ക് പല വെറൈറ്റീസിൽ നമ്മൾ നല്ല നല്ല വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. ഞാൻ എന്താണ് ഇത്രയും കാലം വീഡിയോസൊന്നും ഇടാണ്ടിരുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോസിലൊക്കെ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സോളോ ലെവലിങ്ങിൻ്റെ റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. സോളോ ലെവലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു മാൻവയാണ്. ഈ മാൻവ എന്ന് പറയുന്നത് സൗത്ത് കൊറിയൻ മാങ്കനെയാണ് ഈ മാൻവ എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ നമുക്കിനി സോളോ ലെവലിങ്ങിൻ്റെ കഥയിലോട്ട് പോവാം. സോളോ ലെവലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കഥ നടക്കുന്ന വേൾഡിൽ ഒരുപാട് ഹണ്ടേഴ്സ് ഉണ്ട്. ഈ ഹണ്ടേഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് എക്സ്ട്രാ ഓർഡിനറി പവേഴ്സൊക്കെയുള്ള ഇൻഡിവിജ്വൽസാണ്. സോ ഈ ഒരു ഇൻഡിവിജ്വൽസിൻ്റെ പവേഴ്സിനെ റാങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഏറ്റവും ടോപ്പിലുള്ളത് എസ് ക്ലാസ്സും ഏറ്റവും ഡൗണിലുള്ളത് ഇ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലാസ്സാണ്. പിന്നെയുള്ളത് നോർമൽ ഹ്യൂമൻസ്. ഇവർക്ക് പവേഴ്സൊന്നും അവൈക്കണായിട്ടുണ്ടാവില്ല. സോ നമ്മുടെ ഈ കഥയിലെ പ്രോട്ടഗണിസ്റ്റായ സൺ ജിങ്വോന് വലിയ തരത്തിലുള്ള പവേഴ്സൊന്നും ഇല്ല. ഹണ്ടേഴ്സിൻ്റെ ഇടയിൽ തന്നെ ഏറ്റവും പവർ ഇല്ലാത്ത ഒരുത്തൻ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ പ്രോട്ടോണിസ്റ്റായ സങ് ജിൻവു ആണ്. അപ്പോൾ ഇവൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് ഇ ക്ലാസ് ആണ്. അതായത് ഒരു റെഗുലർ ഹ്യൂമനുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവന് വലിയ ഈ റൈഡ്സിലൊക്കെ പങ്കെടുക്കുമ്പം ഒരു ബാക്കപ്പായിട്ട് ഇല്ലെങ്കിൽ സാധനങ്ങൾ ചുമക്കുന്ന ആളായിട്ടാണ് ഇവനെ ഹണ്ടേഴ്സ് കൊണ്ടുപോകാറുള്ളത്. അങ്ങനെ ഒരു ദിവസം സങ് ജിൻവു അവൻ്റെ ടീമുമായിട്ട് ഒരു ഗുഹയിലേക്ക് പോവാണ്. അവിടെ വെച്ചിട്ട് പല കാര്യങ്ങളും അപ്രതീക്ഷിതമായിട്ട് അവിടെ നടക്കുകയാണ്. അങ്ങനെ ആ ഒരു ഗുഹയിൽ വെച്ചിട്ട് സങ് ജിൻവുവിന് ഒരു പവർ ലഭിക്കുകയാണ്. പിന്നീട് അങ്ങോട്ടേക്കുള്ള കഥ എനിക്ക് പറയാൻ പറ്റില്ല, കാരണം അത് പറഞ്ഞ ഒരു ത്രില്ലുണ്ടാവില്ല. നമ്മൾ മാരക വില്ലന്മാരെയോ ഇല്ലെങ്കിൽ എന്താ പറയുക എക്സ്ട്രാ ഓർഡിനറി സ്റ്റോറീസ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. കാരണം ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആനിമയാണ്. ഈ ഒരു ആനിമ എന്ന് പറഞ്ഞാൽ പക്കാ മാസ്, ഒരു നായകൻ്റെ അഴിഞ്ഞാട്ടം എന്ന് നമ്മൾ പറയുന്ന രീതിയിലുള്ള തരത്തിലുള്ള ഒരു ആനിമയാണ്. അതായത് നായകൻ ഒരിക്കലും തോക്കൂല. നായകൻ ഭയങ്കര പവറപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്, എന്നാൽ നമ്മൾ ഒട്ടും തന്നെ മടുപ്പിക്കാണ്ട് നല്ല രീതിയിൽ നമുക്ക് ഫസ്റ്റ് സീസണൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റും. ഇതിൽ കൊടൂര മാസ സീനുകളൊക്കെ ഉണ്ട്. കാണുമ്പോൾ നമ്മൾക്ക് തന്നെ ഇങ്ങനെ ഗൂസ് ബംസ് ഒക്കെ അടിക്കുന്ന തരത്തിലുള്ള, കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു ആനിമയാണ്. ആകെ ഒരു സീസൺ മാത്രമേ വന്നിട്ടുള്ളൂ. ഈ ഒരു സീസൺ കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയിലായിട്ട് നമ്മൾ മാൻവ എടുത്ത് വായിക്കും. ഞാൻ അങ്ങനെയായിരുന്നു. എനിക്കിത് കണ്ടിട്ട് ഇനി അടുത്ത് എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ മാൻവ എടുത്ത് വെച്ചു. മാൻവ വായിക്കുമ്പോൾ മാൻവ കുറച്ചും കൂടി കളർഫുൾ ആയിരിക്കും. മാങ്ക പോലെയല്ല. മാങ്ക പക്ക ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. പക്ഷേ മാൻവ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കളറൊക്കെ ആയിട്ടുള്ള സംഭവമാണ്. സോ നമുക്ക് വായിക്കാനും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സോ ഇപ്പോൾ സോളോ ലെവലിംഗ് ഫസ്റ്റ് സീസൺ കണ്ടവരുണ്ടെങ്കിൽ മാൻവ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. സ്റ്റോറിയൊക്കെ അങ്ങോട്ടേക്ക് മാരക പവറപ്പും മാരക ഫൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ നിങ്ങൾ ആനിമ വരാൻ കാത്തിരിക്കാൻ മടിയുണ്ടെങ്കിൽ നിങ്ങൾ നേരെ പോയിട്ട് മാൻവ വായിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. സോ നിങ്ങളിപ്പോൾ സോളോ ലെവൽ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ഹോളിവുഡ് കോർണർ സൈനിങ്.